സത്യവിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാ പരീക്ഷണങ്ങളിലും അവസാനം ഒരു വിജയം അള്ളാഹു നൽകുകയും ചെയ്യും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ മുഹമ്മദ് നബിയുടെ സമൂഹമേ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ സൂക്തത്തിലെ വലനബുൽവന്നക്കും എന്ന വാക്കിലെ ലാം സത്യപ്രയോഗത്തിൻ്റെ ഭാഗമായുള്ളതാണ്. അള്ളാഹുവാണ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നർത്ഥം. അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ദോഷികളിൽ നിന്നും വഴിപ്പെടുന്ന ദാസന്മാരെ വെളിവാക്കാൻ വേണ്ടിയുള്ളതാണ്. അതല്ലാതെ അള്ളാഹുവിനെ ഇതുവരെയും അറിയാത്തൊരു വസ്തുത അറിയാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിലല്ല. പരീക്ഷണങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ കാര്യങ്ങളെ തകിടം മറിക്കുന്നത് സമകാലിക അനുഭവങ്ങളാണ്. പ്രകൃതിയുടെ വിപത്തുകൾ നിനക്ക് എതിരേൽക്കേണ്ടി വന്നാൽ നീ ഹൃദയം വിശാലമാക്കിയും ക്ഷമിച്ചും ഒരുങ്ങുക. കാരണം പ്രകൃതി ദുരന്തങ്ങൾ അത്ഭുത സംഭവങ്ങളാണ്. ഒരു ദിവസം സന്തോഷം നൽകിയാൽ അടുത്ത ദിവസം പ്രയാസമായിരിക്കും അത് നൽകുക. അള്ളാഹുവിൻ്റെ വിധികളിൽ ക്ഷമ പുലർത്തുന്നവന് അള്ളാഹു സ്വർഗം നൽകുന്നു. അതാ റളിയല്ലാഹു പറഞ്ഞു, നിനക്കൊരു സ്വർഗീയ സ്ത്രീയെ കാണിച്ചു തരട്ടെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്നോട് ചോദിച്ചു. കാണിച്ചു തരാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കറുത്ത സ്ത്രീയെ കാണിച്ചു തന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കറുത്ത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അപസ്മാര രോഗം ബാധിക്കാറുണ്ട്. ഞാൻ അപസ്മാര രോഗിയാണ്. രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകും. അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഴിയുമെങ്കിൽ നീ ക്ഷമിക്കുക, നിനക്ക് സ്വർഗം ലഭിക്കും. അതല്ലെങ്കിൽ അള്ളാഹുവിനോട് നിനക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം. അവൾ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം നബിയെ, പക്ഷേ എൻ്റെ ഔറത്ത് വെളിവാകുന്നു. അതുകൊണ്ട് ഔറത്ത് വെളിവാകാതിരിക്കാൻ താങ്കൾ ദുആ ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക് വേണ്ടി ദുആ ചെയ്തു. ജീവിത വിധികളിൽ മാത്രമല്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ക്ഷമ പുലർത്താൻ സാധിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ശ്രദ്ധിക്കുക. സഹൽ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനെ തൊട്ട് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രതികാര നടപടിക്ക് കഴിവുണ്ടായിരിക്കെ ഒരാൾ കോപത്തെ അടക്കി നിർത്തിയാൽ അന്ത്യനാളിൽ സൃഷ്ടിയുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു അവനെ വിളിക്കും. സ്വർഗീയ ഹൂർലിങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ അള്ളാഹു അവന് അവസരം നൽകും. മറ്റൊരു സംഭവം ശ്രദ്ധിക്കുക. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് ഉപദേശം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ദേഷ്യം പിടിക്കരുതേ. വീണ്ടും അയാൾ ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് നീ ദേഷ്യം പിടിക്കരുതേ എന്ന വാക്ക് തന്നെ ആവർത്തിച്ചു. ക്ഷമ ശീലിക്കാത്തവന് മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരിൽ തൊലിരോഗ സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിവക്ഷകർ പറയുന്നത് കാണാം. ദേഷ്യം വരുന്നവരെ പറ്റി അവന് ചൊറിച്ചിൽ വരും എന്ന പ്രയോഗം കേൾക്കാറുണ്ട്. എന്നാൽ ദേഷ്യം പിടിക്കേണ്ടിടത്ത് ദേഷ്യം പിടിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നു, ദേഷ്യം പിടിക്കേണ്ട സന്ദർഭം ഒരുത്തനെത്തി എന്നിട്ടും അവന് ദേഷ്യം പിടിച്ചില്ല എങ്കിൽ അവൻ